നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡെൻമാർക്ക് ചെസ് പ്ലേയേഴ്സായ സ്വെൻ പെഡേഴ്സനും പീറ്റർ ഗാൽമെയറും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടുള്ളൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ പെഡേഴ്സൺ വൈറ്റ് സൈഡും പീറ്റർ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. സിസിലിയൻ ഡിഫൻസ് ആണ്. വൈറ്റ് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് D4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. പോൺ വെച്ച് പോൺ ഒട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചോട്ടുന്നു. ഇത് സിസിലിയൻ ഡിഫൻസിന്റെ ഓപ്പൺ വേരിയേഷൻ ആണ്. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് E4 പോണെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് നൈറ്റിനെയോ ബിഷപ്പിനെയോ ഡെവലപ്പ് ചെയ്യുന്നില്ല. A6 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റ് വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ G5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ട് ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും പോൺ വെച്ച് തന്നെ തിരിച്ചോട്ട് ചെയ്തിട്ട് അതോടെ ബ്ലാക്കിന് ഇവിടെ ഡബിൾ ടു പോണാകും. അതുകൊണ്ട് ബ്ലാക്ക് E6 ചെയ്തുകൊണ്ട് ക്വീൻ ഉപയോഗിച്ച് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ ഇവിടെ ഇങ്ങനെ ഒരു പിൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. വൈറ്റ് ആ പിൻ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം F4 മൂവ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ ബിഷപ്പിനെ E7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ നൈറ്റിനെ പിന്നിൽ നിന്ന് ഒഴിവാക്കാം. എന്നാൽ ബ്ലാക്ക് ഇവിടെ അതിന് ശ്രമിക്കുന്നില്ല. B5 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് പ്ലാൻ ചെയ്ത പോലെ തന്നെ E5 ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് പോണബച്ച് പോണോട്ടുന്നു. വൈറ്റ് പോണബച്ച് തിരിച്ചിട്ടിക്കൊണ്ട് വീണ്ടും ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇതോടെ എന്തായാലും ബ്ലാക്കിന് ഒരു നൈറ്റ് നഷ്ടമാവുന്ന ഉറപ്പായി. എന്നാൽ വളരെ മികച്ച രീതിയിൽ തന്നെ ബ്ലാക്ക് ഈ പ്രശ്നം പരിഹരിക്കുകയാണ്. ക്വീനിനെ C7 ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് പോണബച്ച് നൈറ്റിനോട്ട് എടുത്ത ശേഷം ക്വീനിനെ E5 കൊണ്ടുവന്ന് ഒരു ഫോർക്കിൻ ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ ഈ ചെക്ക് എങ്ങനെ ഒഴിവാക്കാലും ബ്ലാക്കിന് ആ ബിഷപ്പിനെ ഇട്ടെടുക്കാൻ കഴിയും. വൈറ്റ് ഇവിടെ ബിഷപ്പിനെ E2 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിനെ എടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ ബ്ലാക്കിന് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ പോണിനെ തിരിച്ചു വെട്ടാം. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു പോൺ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം കിങ്സിലേക്ക് കാസൻ ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനിനെ E5 കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. ആദ്യം ബിഷപ്പിനെ F3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ A7 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് നൈറ്റ് ഉപയോഗിച്ച് ഒരു അറ്റാക്ക് കൊടുക്കുകയാണ്. നൈറ്റിനെ C6 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ റൂക്കിനെയും ക്വീനെയും ഫോർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഈ നൈറ്റ് ഉപയോഗിച്ച് അറ്റാക്ക് ഉണ്ടെങ്കിലും നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനോട്ടാണെങ്കിൽ ബിഷപ്പ് വെച്ച് ഒരു ചെക്കോടുകൂടി തിരിച്ചു വിട്ടെടുക്കുക എന്നതാണ് ഇവിടെ വൈറ്റിൻ്റെ പ്ലാൻ. എന്നാൽ ബ്ലാക്ക് ഈ പ്രശ്നവും വളരെ മികച്ച രീതിയിൽ തന്നെ പരിഹരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനോട്ടുന്നില്ല. പകരം ക്വീനെ C5 കൊണ്ടുവന്ന് ഒരു ഫോർക്കിൻ ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ ഈ അറ്റാക്കുള്ള നൈറ്റ് വെച്ച് തന്നെ ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് റൂക്കിനെ D7 കൊണ്ടുവന്ന് ആ നൈറ്റിനെ പിൻ ചെയ്യാൻ കഴിയും. അതിനുശേഷം പോൺ വെച്ചുകൂടെ അറ്റാക്ക് ചെയ്തുകൊണ്ട് വീണ്ടും ആ പിൻ സ്ട്രോങ് ആക്കാം. അതുകൊണ്ട് ഇപ്പോൾ ആ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. കിങ്ങിനെ H1 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിന്റെ നൈറ്റിനെതിരെ 2 പീസിൽ വെച്ച് അറ്റാക്ക് ഉണ്ടെങ്കിലും ബ്ലാക്കിന് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനോട് എടുക്കുന്നത് നല്ല മൂവല്ല. അങ്ങനെ ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനോട് എടുക്കുകയാണെങ്കിൽ വൈറ്റിനെ ഇപ്പോൾ തന്നെ ബിഷപ്പ് വെച്ച് തിരിച്ചോട്ടേണ്ട ആവശ്യമില്ല. ആദ്യം നൈറ്റിനെ E4 കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാം. ക്വീൻ അറ്റാക്കിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറുമ്പോൾ പോൺ വെച്ച് പോൺ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്ക് കൊടുത്തുകൊണ്ട് ആ ബിഷപ്പിനെ അവിടെ നിന്ന് ഡിഫ്ലക്ട് ചെയ്യാം. ബിഷപ്പ് ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ ഈ ഡയഗണിലേക്കുള്ള കൺട്രോൾ നഷ്ടപ്പെടും. നൈറ്റിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഒരു ഫോർക്കും ചെക്ക് കൊടുക്കാം. കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ ആദ്യം ബിഷപ്പ് വെച്ച് ഈ C6 നൈറ്റിനെ അവിടെ എടുക്കാം. ക്വീൻ വെച്ച് തിരിച്ചോട്ടുകയാണെങ്കിൽ റൂക്ക് വെച്ച് F7 പോൺ എടുത്തുകൊണ്ട് ഒരു ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, D8 തന്നെ മാറേണ്ടി വരും. ഇതോടെ ബ്ലാക്കിൻ്റെ കിങ് ക്വീൻ്റെ ഫയലിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഈ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ആദ്യം തന്നെ റൂക്ക് വെച്ച് റൂക്കിനെ എടുത്തുകൊണ്ട് ഒരു റൂക്കിനെ നേടിയെടുക്കാനോ വൈറ്റിന് അവസരം കിട്ടാം. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനോട്ടിയാൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വേരിയേഷൻ കാണിച്ചതേ ഉള്ളൂ. ഇങ്ങനെ വൈറ്റിന് പലതരത്തിലുള്ള അറ്റാക്കിംഗ് സാധ്യതകളുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനോട്ട് എടുക്കുന്നില്ല. പകരം ഈ അറ്റാക്കിലുള്ള റൂക്കിനെ D7 കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇനിയിപ്പോൾ വൈറ്റിൻ്റെ ക്വീൻ അറ്റാക്കിൽ നിന്നും എങ്ങോട്ട് തന്നെ മാറിയാലും ബ്ലാക്കിനെ നൈറ്റ് വെച്ച് നൈറ്റിനോട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും നൈറ്റ് വെച്ച് ക്വീനെതിരെ അറ്റാക്ക് വന്നാലോ അല്ലെങ്കിൽ പോൺ വെച്ച് പൊണ്ണെടുത്തുകൊണ്ട് ബിഷപ്പിനെ ഡിഫ്ലക്ട് ചെയ്യിച്ചാലോ പ്രശ്നമില്ല. കാരണം ഈ D5 ഇപ്പോൾ ബ്ലാക്കിൻ്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ട പോലെ നൈറ്റ് വെച്ച് ഇങ്ങനൊരു ചെക്കിനുള്ള സാധ്യതയില്ല. ഇതോടെ വൈറ്റിനിവിടെ ഒരു നൈറ്റ് നഷ്ടമാകുന്ന ഉറപ്പായി. എന്നാൽ വളരെ മികച്ചൊരു മൂവിലൂടെ വൈറ്റ് ഈ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റ് എങ്ങനെയാകും ഈ പ്രശ്നം പരിഹരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ ഒരേ സമയം ക്വീനും നൈറ്റും അറ്റാക്കിലാണെങ്കിലും വൈറ്റ് ഇവിടെ ക്വീനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നില്ല. പകരം നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിന്റെ റൂക്കിനെതിരെ 2 പീസിൽ വെച്ച് അറ്റാക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. റൂക്ക് വെച്ച് ക്വീനോട്ടൊന്നു, വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചോട്ടുന്നു. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്കിന്റെ കിങ്ങിന് മുച്ചാനുള്ള എല്ലാ സ്കോറുകളും വൈറ്റിന്റെ കൺട്രോളിലാണ്. ഇനി അടുത്ത മൂവിൽ ബിഷപ്പ് വെച്ച് ഇങ്ങനെ ഒരു ചെക്ക് വരികയാണെങ്കിൽ
ആ കിങ്ങിന് മൂവ് ചെയ്യാൻ യാതൊരു സ്കോറും ഇല്ല. അതുകൊണ്ട് തന്നെ ക്വീൻ ഉപയോഗിച്ച് ഇടേണ്ടി വരികയും വൈറ്റിന് നഷ്ടപ്പെട്ട ക്വീനെ തിരിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കിയാണ് പോൺ ഉപയോഗിച്ച് പോൺ എടുത്തുകൊണ്ട് E7 സ്ക്വയർ ഫ്രീ ആക്കുന്നു. ഈ സമയത്ത് വൈറ്റ് നൈറ്റ് ഉപയോഗിച്ച് അറ്റാക്കുകയാണ്. നൈറ്റിനെ E4ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ ക്വീനെയും E6ലെ പോണിനെയും ഫോർക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ പോണിനെ സംരക്ഷിച്ചുകൊണ്ട് ഇങ്ങോട്ടെവിടേക്കെങ്കിലും മാറുകയാണെങ്കിൽ നൈറ്റിനെ C6ലേക്ക് കൊണ്ടുവരാനും പിന്നീട് റൂക്ക് വെച്ച് ഇങ്ങനൊരു ചെക്ക്മേറ്റിനാണ് വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ക്വീനെ C7ലേക്ക് കൊണ്ടുവന്ന് ഈ 2 സ്കോറുകളും കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം നൈറ്റിനെതിരെ അറ്റാക്കും കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോഴും നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. ആദ്യം നൈറ്റ് ഉപയോഗിച്ച് F6ലെ പോൺ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ഒരേ സമയം വൈറ്റിൻ്റെ 2 നൈറ്റുകളും അറ്റാക്കിലായിരിക്കുകയാണ്. ഈ സമയത്ത് വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു മികച്ച മൂവരാണ്. വീഡിയോ ഒന്നുകൂടെ പൗസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് ഇവിടെ ഇപ്പോഴും ഈ B8ലെ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം ബിഷപ്പിനെ H5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് F6ലെ നൈറ്റിനെ റൂക്ക് ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ക്വീൻ ഉപയോഗിച്ച് ഈ B8ലെ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് ഈ നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അടുത്ത 3 മൂവിൽ വിജയിക്കാൻ കഴിയും. ആ സെയിം മൂവുകൾ ഈ ഗെയിമിൽ വരുന്നതുകൊണ്ട് അതിപ്പോൾ കാണിക്കുന്നില്ല. ആ 3 മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം കണ്ടുപിടിക്കാൻ കഴിയുന്നവർ കമൻറ്റും ചെയ്യുക. ഇവിടെ എന്തായാലും ബ്ലാക്ക് ആ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ G7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് F6ലെ നൈറ്റിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും മികച്ചൊരു മൂവ് വരെയാണ്. എപ്പോഴെപ്പോഴും വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല. താല്പര്യമുള്ളവർ ഇനിയുള്ള ഓരോ മൂവിന് ശേഷവും വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം അടുത്ത മൂവ് കണ്ടെത്താൻ ശ്രമിക്കുക. ഇവിടെ വീണ്ടും ഒരു സാക്രിഫൈസ് വരെയാണ്. B8ലെ നൈറ്റിനെ C6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ കിങ്ങിനെ F8ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം. F8ലേക്ക് മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. അടുത്ത നൈറ്റ് D7ലേക്ക് വന്ന് വീണ്ടും ചെക്ക് വരും. ഇപ്പോൾ കിങ് E8ലേക്കാണ് മാറുന്നതെങ്കിൽ ബിഷപ്പ് വെച്ച് F7ലെ പോണിട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് ആണ്. അല്ലാതെ G8ലേക്കാണ് മാറുന്നതെങ്കിൽ നൈറ്റ് E7ലേക്ക് ചെക്ക് വരുമ്പോൾ ചെക്ക് ആവും. അതുകൊണ്ട് ഈ ചെക്കിൽ നിന്നും ഇപ്പോൾ കിങ്ങിനെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നത് നല്ല മൂവല്ല. ഇനിയിപ്പോൾ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിലും 2 ഓപ്ഷൻ ഉണ്ട്. ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടാണെങ്കിൽ ആദ്യം റൂക്ക് വെച്ച് F7ലെ പോൺ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുക. ഇപ്പോഴും 2 ഓപ്ഷനേ ഉള്ളൂ. അതിൽ G8ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ നൈറ്റ് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക് ആവും. അല്ലാതെ E8ലേക്ക് മൂവ് ചെയ്താലും ഈ റൂക്കിനെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കൊണ്ട് ബിഷപ്പ് വെച്ച് ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് ആവും. ഈ 2 സ്കോറിലേക്ക് നൈറ്റിനെ കണ്ടുള്ളതുകൊണ്ട് അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. അല്ലാതെ ഈ നൈറ്റ് സാക്രിഫൈസ് ക്വീൻ വെച്ച് അക്സെപ്റ്റ് ചെയ്താലും വളരെ വേഗത്തിൽ ചെക്ക് ആവും. ആദ്യം റൂക്ക് വെച്ച് ക്വീനോട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും ബിഷപ്പ് വെച്ച് റൂക്കിന് വെട്ടാൻ പറ്റില്ല. അങ്ങനെ വെട്ടുകയാണെങ്കിൽ നേരത്തെ കണ്ടുപോലെ റൂക്ക് വെച്ച് പോണിനോട്ട് ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക് ആകുകയും ചെയ്യും. ഇനിയിപ്പോൾ ബിഷപ്പ് വെച്ച് റൂക്കിനെ വെട്ടിയില്ലെങ്കിലും റൂക്ക് D8ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക് ആവും. അങ്ങനെ റൂക്ക് D8ലേക്ക് വരുന്നത് തടയുന്നതിനായിട്ട് ബിഷപ്പിനെ F6ലേക്ക് കൊണ്ടുവന്ന് ഒരു ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്താലും വൈറ്റിനെ ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണ്ട. ആദ്യം റൂക്ക് വെച്ച് പോണിനെ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. കിങ് എങ്ങോട്ട് തന്നെ മാറിയാലും റൂക്ക് വെച്ച് ബിഷപ്പിനോട്ട് എടുക്കാം. ഇനി ബ്ലാക്ക് എന്തിനെ മൂവ് ചെയ്താലും അടുത്ത ഒരു മൂവിൽ ചെക്ക് ആവും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. വൈറ്റ് ഇവിടെ ഒരു നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുകയാണ്. ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീൻ ഉപയോഗിച്ച് നൈറ്റിനോട് എടുക്കുന്നു. ഈ സമയത്ത് അടുത്തൊരു സാക്രിഫൈസ് വരെയാണ്. നൈറ്റിനെ G8ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് അടുത്ത നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോഴും ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ റൂക്ക് ഉപയോഗിച്ച് F7ലെ പോണിട്ടുകൊണ്ട് വീണ്ടും ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിന് E8ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് റൂക്കിനെ C7ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം ഡിസ്കവേർഡ് ചെക്കും കൊടുക്കാം. ഇവിടെ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിന് F8ലേക്ക് മാറേണ്ടി വരും. ഇപ്പോൾ ഈ ക്വീനെ എടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം റൂക്കിനെ D8ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ ഒരു ഓപ്ഷനേ ഉള്ളൂ, ക്വീനെ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് റൂക്ക് വെച്ച് ക്വീൻ ഇട്ടുമ്പോൾ ചെക്ക് ആവും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം കിങ്ങിനെ E8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത 3 മൂവിൽ ചെക്ക് ആണ്. ആദ്യം ബിഷപ്പ് വെച്ച് F7ലെ പോണിട്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ F8ലേക്ക് മൂവ് ചെയ്യുന്നു.
ഈ സമയത്ത് റുക്ക് D8 ഒന്ന് ചെക്ക് വന്നതോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, ക്വീൻ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ക്വീനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. വളരെ കോംപ്ലിക്കേഷൻസ് നിറഞ്ഞ ഒരുപാട് വേരിയേഷൻസ് ഉള്ളൊരു ഗെയിമായിരുന്നു. അതെല്ലാം പരമാവധി സിമ്പിളാക്കിയാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.